വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിലോട്ട് പോവാണ്. പാലായിലുള്ള നമ്മുടെ കടയിൽ ചെന്നിട്ടാണ് വ്ളോഗിൻ്റെ തുടക്കം. ഹലോ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ബനാറസ് സാരീസ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. 2550 റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള സാരീസാണ്. രാവിലത്തെ പരിപാടി, രാവിലത്തെ കുറച്ച് ഇത് കണ്ടോ, നല്ല നല്ല ഷെയ്ഡ്സാണ്, നല്ല അഫോർഡബിൾ റേഞ്ചിൽ. പിന്നെ നമുക്ക് കുറച്ച് സെമി ടസേഴ്സിൻ്റെ സാരീസൊക്കെ വന്നിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ കുറച്ച് പാറ്റേൺസും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും വരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നത് എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതാണ് ഈ രണ്ടുപേരാണ്. ഇത് ആതിര സെക്ഷന് വരുന്നവർ കണ്ടിട്ടുണ്ടോ? ഇത് ആതിര. പിന്നെ ഞങ്ങളുടെ ഓൺലൈനിലുള്ള ഇതാ അദീന. അതെ, അതെ, അദീനയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന കുട്ടിയല്ല, അല്ലേ? ക്യാമറയ്ക്ക് പുറകിലാണ് വന്നോണ്ടിരിക്കുന്നത്. അതിന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതിനെ പോരുത് പ്ലീസ്. അയ്യോ, അതിന് ഞങ്ങളുടെ ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ് കഴിഞ്ഞാൽ ജസ്റ്റ് ഞങ്ങളുടെ സ്റ്റാഫ് ആയതേ ഉള്ളൂ. അത് പോരുത് ഭയങ്കര നാണക്കേട്. അതെ, കണ്ണാടിക്കൂടെ കാണാൻ പോകുന്നത് അതിനൊക്കെ ഭയങ്കര ക്ഷീണമുള്ള പോലെയാ. അതിനൊക്കെ പിന്നെ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ട് കുഴപ്പമില്ല. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ലിജോ ചേട്ടന് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തുകൂടാന്നല്ലേ? അതിനെ ചോദിക്കണേ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും അറിയാലോ. ഞാൻ പറയും, ഞാൻ ഇവിടെ പറഞ്ഞുതരാം, പറഞ്ഞുതരാം. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു? ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞു. പിടി ചെറിയൊരു കളർ ഡിഫറൻസ് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. കാണത്തില്ല. ടാസ്ക് ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാനും മനസ്സിലാത്തോണ്ട് ഞാൻ പറഞ്ഞുതരാം. ഹലോ, വെൽക്കം വ്യൂവേഴ്സ്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ സ്പെഷ്യൽ പ്രിപ്പയർഡ് സാരിയാണ്. ജോർജറ്റ് ക്രേപ്പ് ബനാറസി. ക്രേപ്പില്ല, ജോർജറ്റ് ബനാറസി. ഇത് എന്തായിരുന്നു ജിനി പറയുന്നത്? അഫോർഡബിൾ റേഞ്ചിൽ നമ്മൾ അഫോർഡബിൾ റേഞ്ചിൽ നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാണല്ലോ, ഇത് പറയുന്നത് ചില്ലറ പണിയല്ലോ കേട്ടോ. ഇതിന്റെ പല്ലു എന്താ പല്ലു. ഞാൻ എന്റെ പല്ലു കാണിക്കാം. ഓക്കെ, ഇതല്ല പല്ലു, അതല്ല, ഇതല്ല പല്ലു. ഓക്കെ ഗൈസ്, ഇതാണ് പല്ലു. അത് ബ്ലൗസ്. അതാണ് പല്ലു. അല്ലല്ല, ഇത് പല്ലു. എന്നോടാ കളി. ഇത് പല്ലു. ഓക്കെ, ഇത് ബ്ലൗസ്. ബ്ലൗസിൽ വന്നേക്കുന്നുണ്ടോ? എന്ത് തിളക്കമാണെന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ വേണ്ട പറയാൻ. തിളക്കമല്ല, അത് ഇങ്ങനെ പറഞ്ഞാൽ മേടിക്കുന്നവര് പോലും ഇനി മേടിക്കൂലായിരിക്കും. എനിക്ക് പണ്ടേ പോലെ ചോദിക്കുന്നത്, ഇത് ബൂട്ടാസ് നോക്ക്. ഷെയ്ഡ് അറിയാവോ? കളർ അറിയാവോ? കളറോ? അയ്യോ, ഇത് പർപ്പിള്, ഇത് വൈൻ ഷെയ്ഡ്, ഇത് യെല്ലോ, ഇത് റെഡ്, ഇത് ഗ്രീൻ. എന്റെ അമ്മേ, ബ്ലൂ എന്ന് പറയാം, പീകോക്ക് ബ്ലൂ എന്ന് പറയാം. അപ്പൊ ഇത്രയും കളറാണ്. ഓക്കെ, ഇതിന്റെ വില എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2550. ഇതിപ്പോ ഇവരിങ്ങനെ വെച്ച് കാണിക്കില്ല, നമ്മളിങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ടോ? ഞാനങ്ങ് ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ വെച്ച് കാണിക്കാം, വെച്ച് നമ്മുടെ സാരിയുടെ ഭംഗി കാണിക്കാം, അത്രയല്ലേ. ഇത് ആക്ച്വലി ഞാൻ ഇതിനകത്തൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ ജിനിയുടെ പണിയാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ പല പരിപാടികളിലാണ്. ഇന്ന് എന്താ ഇവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. ഈ പറയുന്ന കൊച്ച നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ലിജാച്ചേട്ടന് പറഞ്ഞുകൂടാ? അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അടിപൊളി സാരീസ് ഞങ്ങളുടെ ഷോപ്പിലുണ്ട്, ഓൺലൈനിലുണ്ട്, പർച്ചേസ് ചെയ്യാം. www.ameraonline.com. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടൈം. അപ്പോൾ പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പോൾ ഇന്നൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഇവിടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലിട്ടിട്ടുണ്ട്. അയ്യോ, അത് പോയി. അല്ല, ഇവിടെ അമ്മയുടെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാരുണ്ട്. അതേ നിൽക്കുന്നു. കീരി, പാമ്പ്, പഴുതാര, ഇത് കാക്ക. കാക്കയാണ് അതിനകത്ത് കിടന്ന് കുളിക്കുന്നത്. ഇവിടെ എല്ലാ മൃഗങ്ങൾക്കും അമ്മ ഇവിടെ സ്വിമ്മിംഗ് പൂൾ കൊണ്ടു വെച്ചേക്കുക. കാണല്ലോ, ഇപ്പം കാക്ക വന്നു പോയി. ഇപ്പം ഇതിനകത്ത് കുറേ കിളികളുണ്ട്.
ഇതിൻ്റെ കിളികളും വരും. കീരിയൊക്കെ ഇനി എപ്പോഴാണ് വരുന്നത്? തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലും ഇട്ട് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയിലൊന്ന് വറുത്ത് പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റാർച്ച് കളയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലും കൂടി ഇട്ട് ആ സ്റ്റാർച്ച് ഒന്ന് കളയും. അതിന് ശേഷം പിന്നെ നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. ഡയറക്റ്റായിട്ടും നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഉൾഭാഗം അത്ര സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഔട്ടർ ലെയർ മാത്രമായിരിക്കും പെട്ടെന്നൊരു ക്രിസ്പി ആയിട്ട് വരുന്നത്, വേവാണ്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് പൊട്ടറ്റോ, ഞാനൊരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടെ മുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് പിള്ളേർ വന്നിട്ടുണ്ട്. അവർ പിന്നെ ആ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ നിമിഷം നേരം കൊണ്ട് അത് തീർത്തു. സാറാ എന്നെ എടുക്കുമോ? സാറാ എന്നാ പറ്റിയ ബോക്സിനൊക്കെ? എന്തിനാ വേറെ ബോക്സ് ആക്കുന്നത്? എല്ലാ ദിവസവും എന്തിനെങ്ങനെ ബോക്സ് മാറ്റുന്നത്? സ്കൂള് തീരാറായില്ലേ സാറാ? ടീച്ചർ പറഞ്ഞോ നിങ്ങൾ UKG തീരാറായെന്നോ? പറഞ്ഞില്ലേ? ഇനി 1 മാസം കൂടെ ഉള്ളു, അത് കഴിഞ്ഞാൽ UKG തീരും. സാറാ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ? ഇന്ന് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നോ സാറാ? സാറ് തന്നെ പറയാണ്ട് ഹോംവർക്കൊക്കെ ചെയ്യും അല്ലേ സാറാ? സാറാ വരുമ്പോഴേ ഹോംവർക്ക് ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യും അല്ലേ? ആ ബോക്സിന് എന്നായിരുന്നു കുഴപ്പം? അതാരാ ചെളിയാക്കിയത്? ഓ, ഈ ബോക്സ് പ്രൈസ് കിട്ടിയതാണോ? ആര് തന്നോ? എന്നെ എടുക്കാൻ പോകുന്ന സ്ഥലം എവിടെയാ കളിക്കാൻ പോകുന്നത്? മാളൂട്ടിയുടെ വീട്ടിലോ? ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങോ? ബത്തക്ക തണ്ണിമത്തങ്ങ ഈ ബോക്സ് ആരുടെ ആയിരുന്നു പറഞ്ഞു? അന്നയുടെ ബോക്സ് ആയിരുന്നു. BTSന് ഇഷ്ടമാണ്. ഓ, അതുകൊണ്ട് ഈ ബോക്സ് നീ സാറൊക്കെ കൊടുത്തു. കൈമാറി വന്ന ബോക്സാ. ഓ, ഈ കാൽക്കുലേറ്റർ ഊരിയിട്ട് മറ്റേ ബോക്സ് വെക്കാനോ? ഓ, എന്നിട്ട് നടന്നോ? സെറ്റായോ? എന്നിട്ട് ഇല്ലല്ലോ, അതാ ഇച്ചിരി പറഞ്ഞിരിക്കുന്നത്, ഇളകിയിരിക്കുന്നു. ബോയ്സ് ഏത് ബോയ്സാണ്? BTS. പോയോ? അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.